വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം 12:30, വെളുപ്പിന് 12:30 അപ്പോൾ നമ്മൾ തിരിച്ച് ഖത്തറിലേക്ക് പോവാണ്. അപ്പോൾ മോളെ കിടത്തി ഉറക്കിയായിരുന്നു. നമുക്ക് തിരിച്ച് പോകണ്ടേന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ ചാടി എണീറ്റു കേട്ടോ. അങ്ങനെ വേഗം റെഡിയാക്കി ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും സ്തുതിയൊക്കെ കൊടുത്തിട്ട് ഒരു 12:30 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല അടിപൊളി മഴയായിരുന്നു. ഈ മഴയ്ക്ക് ഇനി മിസ് ചെയ്യും. ഈ ഒരു യാത്ര പറയൽ നിമിഷം ഭയങ്കര കഠിനമാണ് കേട്ടോ. കാരണം ഇത്രയും നാൾ അവരുടെ പേരക്കൊച്ച് അവരുടെ കൂടെ ഉണ്ടായി. ഞങ്ങൾ പിരിയുന്നതിലും വിഷമം ഇപ്പോൾ പേരക്കുട്ടിയെ പിരിയുന്നതിലായിരിക്കും. ഇത്രയും നാൾ അവളുടെ കളിയും ചിരിയും അവളെ കളിപ്പിക്കലൊക്കെ ആയിട്ട് അവർ ഫുൾ എൻഗേജ്ഡായിരുന്നു. ഇനിയിപ്പോൾ അവർ രണ്ടുപേരും ഒറ്റയ്ക്കായല്ലോ, അതിൻ്റെ ഒരു വിഷമവും കൂടിയാട്ടോ അവർക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അവരൊരു രാത്രിയൊക്കെ ആവാറായപ്പോഴേക്കും ഇറങ്ങി കേട്ടോ. കാരണം അമ്മയ്ക്ക് ഞങ്ങൾ പോണത് കാണാനായിട്ട് ഭയങ്കര വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ ഇങ്ങനെ കുറേ ആനകളുടെ ഇതുണ്ടല്ലോ, സ്റ്റാച്ചു ഉണ്ടല്ലോ. അപ്പോൾ അവൾ അവിടെയൊക്കെ കയറി കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചായ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായ വാങ്ങി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വിശക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഒരു മസാല ദോശയും കൂടി വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ബോർഡിങ്ങിനുള്ള സമയമായിട്ടോ. പിന്നെ മസാല ദോശ വന്നു കഴിഞ്ഞപ്പോഴേക്കും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പം പിന്നെ ആ ബാക്കി വെച്ചിട്ട് പോകുന്നു. അപ്പം ഞാനത് ബാക്കി കൂടി കഴിച്ചിട്ട് ഞങ്ങൾ വേഗം ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ട് നടക്കാൻ കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ വിഷമം കേട്ടോ. പക്ഷെ മോൾക്കാണെങ്കിൽ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും കൂടിയാണ്. അവൾക്കാണെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ കയറാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡാണ് ഫ്ലൈറ്റിൽ കയറാനായിട്ട്. ഇവക്കൊരു 58 days ഉള്ളപ്പോഴാട്ടോ ആദ്യമായിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഫ്ലൈറ്റിൽ കയറുമ്പോൾ എൻ്റെ ആ ഫസ്റ്റത്തെ ഇത് ഞാൻ ഓർക്കും. ഇവിടെ കൂടെ ഞാൻ ഒറ്റയ്ക്കാണ് അന്ന് പോയത്. നമുക്ക് വീട്ടിൽ നിന്ന് ഒരു 12:30 ഇറങ്ങേണ്ടതുകൊണ്ട് നമ്മൾ കൊച്ചിനെ നേരത്തെ ഒരു 9:30 ആയപ്പോൾ കിടത്തി ഉറക്കിയിട്ട് ഒരു 12 മണിയൊക്കെ ആയപ്പോഴായിട്ട് വിളിച്ചെണീപ്പിച്ചത്. പക്ഷേ എന്നിട്ടും ഒരു 4:30 ഫ്ലൈറ്റ് എടുക്കുന്നത്. അത്രയും നേരം ഒരു ഉറക്കം ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഉഷാറായിട്ട് ആളിരുന്നത്. അവൾ തന്നെ സീറ്റിലിരുന്ന് തന്നെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ലൈറ്റ് ഇടുക, പിന്നെ ഫ്രണ്ടിലെ സ്ക്രീനിൽ ഓരോന്ന് നെക്കി നോക്കുക, പിന്നെ അപ്പയുടെ സ്ക്രീനിൽ നിൽക്കുക, എൻ്റെ സ്ക്രീനിൽ നെക്കി നോക്കുക, പിന്നെ എല്ലാ സാധനവും ഫുഡ് വെക്കണ ടേബിളില്ലേ അതൊക്കെ മടക്കി വെക്കുക. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യണ പോലെയായിരുന്നു അവൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഖത്തർ എയർവേയ്സ് നമുക്കൊരു ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊരു ബുക്കും ക്രയോൺസും പിന്നെ ചെറിയ കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും ചെറിയൊരു മഴയൊക്കെ പുറത്തുണ്ടായിരുന്നു. പിന്നെ ചൂടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകണേ. അപ്പം മഴയൊക്കെ എന്തായാലും മിസ് ചെയ്യും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഫ്ലൈറ്റ് ടേക്ക് ഓഫൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഫുഡ് വന്നു. കൊച്ചിന് ആദ്യം അവർ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അവൾക്ക് വിശക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഫുഡ് കൊണ്ടുവന്നു. പക്ഷെ അവളൊന്നും കഴിച്ചില്ല കേട്ടോ. ജ്യൂസ് മാത്രം കുറച്ച് കഴിച്ചു, പിന്നെ കുറച്ച് സ്വീറ്റും കഴിച്ചു കേട്ടോ. ബാക്കിയൊക്കെ അവൾ ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു. അവൾക്ക് അതൊന്നും ഇഷ്ടമായില്ല. പിന്നെ ഞാൻ വിചാരിച്ച് നമുക്കുള്ളത് വരുമ്പോൾ അത് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾക്ക് പരിപ്പ് വടയും പിന്നെ ഉപ്പുമാവായിരുന്നു കേട്ടോ ഫുഡ്. അതും എനിക്ക് അത്ര വലിയൊരു ടേസ്റ്റായിട്ട് തോന്നിയില്ല. ഞാനും കുറച്ച് കഴിച്ചിട്ട് അവിടെ തന്നെ വെച്ചു. പിന്നെ സ്വീറ്റ്സും ഫ്രൂട്ട് സലാഡും മാത്രം ഞാൻ കഴിച്ചു. പിന്നെ ഒരു കുഞ്ഞു ഉറക്കം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ലാൻഡ് ചെയ്യാറായിട്ടോ. മോളൊരു ഇച്ചിരി നേരെ ഉറങ്ങിയുള്ളൂ. ഫ്ലൈറ്റിലിരുന്ന് എനിക്കും മര്യാദക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ചില ആൾക്കാർ നല്ല രീതിയിൽ ഉറങ്ങണതാണ്, പക്ഷേ എനിക്കങ്ങനെ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ ഫ്ലൈറ്റിലൊക്കെ ഇരുന്നിട്ട്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു.
നമ്മുടെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചേട്ടായുടെ ഒരു ഫ്രണ്ട് വന്നിട്ടാണ് നമ്മൾ പിക്ക് ചെയ്തത്. അപ്പോൾ ആ ബാഗ് ഖത്തർ എയർവേസിൽ നിന്ന് തന്ന ബാഗ് അവൾ പിടിവിടാതെ പിടിച്ചേക്കായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ആ ബാഗ്. ഒരു 7 മണിക്ക് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊന്നും കഴിച്ചില്ല, പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. അങ്ങനെ നമ്മുടെ റൂമെത്തി നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ആകെ ടയേർഡായി. മോൾക്കാണെങ്കിൽ വീട് മാറിയതിൻ്റെ ഒരു കുഴപ്പമില്ല കേട്ടോ. അവൾ ഇവിടെ വന്ന് അവളുടെ കളിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കളി തുടങ്ങി. അപ്പം ഞാനാണെങ്കിലും ചേട്ടായാണെങ്കിലും നല്ല രീതിയിൽ ടയേർഡായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്ന്. പക്ഷേ ആദ്യം തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്ത് പുറത്ത് വെക്കാം, ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയായാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബീഫ് ഐറ്റംസ് ഒക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പോൾ നമ്മൾ ഖത്തറിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് 6 മാസങ്ങൾക്ക് ശേഷം. ഇവിടെ വന്ന് നാട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല ചൂടും. പിന്നെ വന്ന് സാധനങ്ങളെല്ലാം ഒന്നും പൊട്ടിച്ചൊന്നുമില്ല. കുറച്ച് ബീഫ് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് മാത്രം പൊട്ടിച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. ഇനി തുണികളൊക്കെ അൺപാക്ക് ചെയ്യാനുണ്ട്. ഇനി അതൊക്കെ സാവധാനം ചെയ്യണം. നല്ല ഉറക്കക്ഷീണമുണ്ട്. ഫ്ലൈറ്റിൽ അധികം മര്യാദക്കൊന്നും കിടന്ന് ഉറങ്ങാനൊന്നും പറ്റിയൊന്നുമില്ല. അത് കാരണം കൊണ്ട് ഇന്നലത്തെ ഉറക്കം ഫുള്ള് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഒന്ന് കിടന്നുറങ്ങണം. ഇവിടെ വന്ന് കുളിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയുള്ളൂ. തലയൊന്നും കുളിച്ചില്ല, കാരണം ഇവിടുത്തെ വെള്ളത്തിന് നല്ല ചൂടാണ്. കുറച്ച് നേരം പിടിച്ചിട്ടാൽ മാത്രം ചൂട് ആറുള്ളൂ. അതുകൊണ്ട് തല കുളിച്ചില്ല, മേല് മാത്രം കുളിച്ചിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോവാണ്. അങ്ങനെ ഞങ്ങളൊരു ഗംഭീര ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങി. കാരണം നാളെ തുടങ്ങി ചേട്ടായിക്ക് ഓഫീസിൽ പോയി തുടങ്ങണം. അപ്പോൾ നാളെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ സഫാരിയിലേക്കാട്ടോ പോയത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും മോള് ഓടി പോവാട്ടോ. അവൾ ആ ഖത്തർ എയർവേസിൽ നിന്ന് കിട്ടിയ ബാഗ് ഇട്ടുകൊണ്ടാട്ടോ പോകുന്നത്. അത് ഭയങ്കര ഇഷ്ടമായി ആൾക്ക്. അങ്ങനെ അവിടെ ചെന്ന് ആദ്യം തന്നെ അവൾക്ക് മിഠായിയും ജ്യൂസുമാണ് ആദ്യം അവൾ എടുക്കാനായിട്ട് നിർബന്ധം പിടിക്കണം. അപ്പോൾ അത് രണ്ടും മേടിച്ചു കൊടുത്തു കേട്ടോ. അധികം ഒന്നും മേടിച്ചു കൊടുക്കില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ മാത്രം ഒരു ജ്യൂസും പിന്നെ 1-2 മിഠായി മേടിച്ചു കൊടുക്കുള്ളൂ. പിന്നെ അങ്ങനെ പോകുമ്പോൾ ഒന്നും മേടിച്ചു കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ മീൻ നമ്മൾ അയില മേടിച്ചു. പിന്നെ ഈ ആഴ്ച കൊണ്ടുപോകാനുള്ള കുറച്ച് വെജിറ്റബിൾസും പിന്നെ മോൾക്കുള്ള കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചു കിട്ടും. പിന്നെ അവൾക്കിങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കവറിലാക്കി വെക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഇങ്ങനെ കവർ എടുത്തിട്ട് അവൾ തന്നെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ പെറുക്കിയിട്ട് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഖത്തർ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.